ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബറിൻ്റെ നഷ്ടം എന്ന രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ഈ പ്രാവശ്യം വന്നത്. ഡിസംബറിൽ കൊണ്ട് കയറിയതെല്ലാം അതേപോലെ പോലെ താഴേക്കിറങ്ങി ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് സംഭവിച്ചത്. ട്രെൻഡ് ഡൗൺ ഓർത്തോളുക, ട്രെൻഡ് ഡൗൺ വീക്ക് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ നിഫ്റ്റിക്കും ട്രെൻഡ് ഡൗൺ വീക്ക് ആയിരുന്നു. ഇതാണ് കഴിഞ്ഞു പോയ മൺഡേ ആയിരുന്നു ഗ്യാപ്പ് ഡൗൺ 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 ഡൗൺ. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രെൻഡ് ഡൗൺ വീക്കായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചത്. അമേരിക്ക മാർക്കറ്റിൻ്റെ പലിശ നിരക്കിൻ്റെ ഒരു ഡിസ്കഷൻ ഈ ഒരു വീഴ്ചയ്ക്ക് വളരെയധികം ആഘാതം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സെൻറ്റിമെൻറ്റിലാണ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ അവസാനിച്ചത്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരാമീറ്ററും ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ പൊട്ടുകയാണെങ്കിൽ എവിടം വരെ ബാങ്ക് നിഫ്റ്റിക്കും പോകാം എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, നമ്മളെ നിഫ്റ്റിയുടേത് ഒരു ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാർക്കറ്റ് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഭാഗത്ത് നിന്നിട്ട് ഇടയ്ക്ക് കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ ബാങ്ക് നിഫ്റ്റി 51,100 തൊട്ട് 51,930 വരെ ഒരു ഗ്യാപ്പും ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. വീക്കിലി ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് താഴേക്ക് വന്നതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ POC. പക്ഷേ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ 51,700 ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,769 ഭാഗത്തൊക്കെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 1000 പോയിന്റ് മുകളിലോട്ട് മാത്രമാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ കാണിക്കാമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീക്കിലി സെറ്റപ്പാണ്. അതായത് നമ്മുടെ പറയുന്ന 17-11 നവംബർ മാസത്തെ ആ ഒരു ആഴ്ചത്തെ വീക്കിൻ്റെ POC ആയ 50,435 എന്ന് പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ 50,435 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ, സസ്റ്റെയിൻ ചെയ്ത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 49,315 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,486 എന്നെ 50,435 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ആ ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 49,315 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരാനും, ഈ 49,315 പൊട്ടുകയാണെങ്കിൽ അയ്യോ കഷ്ടപ്പാടെന്ന് പറയും പോലെ പിന്നെ ഒരു ഇതില്ല മക്കളെ. 44,000 വരെ മാർക്കറ്റിനുള്ള പിന്നെ അവിടെ ഭാഗത്ത് POC ഇഷ്ടംപോലെ HVN LVN ലൈൻസ് ഒക്കെ ഉണ്ട്. ഈ ലൈൻസ് നിങ്ങൾ കണ്ടറിയാം. നമ്മുടെ ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് ഡേ, ലോക്സഭയുടെ റിസൾട്ട് വന്ന ദിവസത്തെ കുറേ HVN LVN സോങ്ങുമാണ്. ഇപ്പോൾ ഇത് പയ്യെ തട്ടാം. സോ 50,435 പൊട്ടുകയാണെങ്കിൽ 49,315 എന്ന് പറഞ്ഞ 1000 പോയിന്റ് 1,200 പോയിന്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇല്ല, ബാങ്ക് നിഫ്റ്റി ഇനി പൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,700 മുകളിലോട്ട് പോകണമെങ്കിൽ 52,000 വരെ കുറേ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റിവേഴ്സൽ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 51,233 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 51,233 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 51,700 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് പോകുവാനും, കഴിഞ്ഞു പോയ POCയുടെ ഭാഗത്തേക്ക് പോകുവാനും, അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഈ 52,000 വരെ 50,700 വരെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുന്നതാണ്. ഇതൊരു വീക്കിലി വ്യൂ ആണ്. നിങ്ങൾ നാളെ കാലത്ത് എടുത്തു പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നത്, ഞാൻ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി ലോസ് വരും. സോ നമ്മൾ വീക്കിലി വ്യൂ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഡെയിലിയുള്ള വ്യൂസിനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വീക്കിലിയും ബെയറിഷ്, ഡെയിലിയിലും ബെയറിഷ്. സോ വി ഗോട്ട് എ ഡബിൾ കൺഫർമേഷൻ. മനസ്സിലായോ? സെയിം അതേ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, 50,435 പൊട്ടുകയാണെങ്കിൽ 49,315 വരെ വരാനും, 51,233 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,700, 52,200 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനും ബാങ്ക് നിഫ്റ്റിയെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്
നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ട്രെൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അടിച്ച് അറിഞ്ചും പുറിഞ്ചും അടിച്ച് താഴേക്ക് ഇറങ്ങി. നിഫ്റ്റിക്കാണെങ്കിൽ ഗ്യാപ്പ് 24,100 തൊട്ട് 24,211 വരെ നിഫ്റ്റിക്ക് ഗ്യാപ്പ് ഉണ്ട്. 110 പോയിന്റോളം ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി 20,538 എന്ന് പറഞ്ഞ ഈ ഒരു POC ഇമ്പോർട്ടൻ്റ് ആണ്. 23,538 എന്ന് പറഞ്ഞ ഈ ഒരു POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ചും 20 അല്ല, 23,538 എന്ന് പറഞ്ഞ ഈ POC നിഫ്റ്റിയെ കൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ POCക്ക് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 22,787 അഥവാ 22,800 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഒരു വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്ക് സാധിക്കുന്നതാണ്. സോ ഓർത്തോളുക, 23,538 താഴെ വീക്ക് ഓൺ വീക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 22,800 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തേക്കുക, 23,820 അല്ലെങ്കിൽ 23,860 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ 24,007 എന്ന് പറഞ്ഞ ഈ POC ടച്ച് ചെയ്യാനും 24,007 മുകളിൽ 24,200 വരെ വരാനുള്ള ചാൻസും നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഓർത്തോളുക, 23,860 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നിഫ്റ്റിയിൽ ഒരു മൊമെൻറ്റം വരാനും ആ മൊമെൻറ്റം 24,007 എന്ന് പറഞ്ഞ വീക്കിലി POC 24,007 ആണ്, ആ ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പ് 24,215 വരെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസും അതിന് മുകളിലോട്ടുള്ള പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ നമ്മുടെ ലക്ഷ്മണ രേഖ എന്ന് പറയുന്ന നിഫ്റ്റിയെ സംബന്ധിച്ച് 23,587 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,435 ആണ്. സോ 50,435 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ലക്ഷ്മണ രേഖ, 23,537 നിഫ്റ്റിയുടെ ലക്ഷ്മണ രേഖ. ഇത് രണ്ടും പൊട്ടുകയാണെങ്കിൽ സിവിയർ ഫാളിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന ഡിസംബർ, ഇനി നമുക്ക് അടുത്ത ആഴ്ച ഡിസംബർ 25 ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ വരാൻ പോകുന്നു. യൂറോപ്സും അമേരിക്കൻസും US ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകൾക്കും ക്രിസ്മസ് ഈസ് എന്താണ് ഈവൻഫുൾ ടൈമിംഗ് ആണ്. സോ ദേ വിൽ ടേക്ക് എ ഹോളിഡേയ്സ്, അവർ ഹോളിഡേ പോകുന്ന സമയമൊക്കെ ആണിത്. അപ്പോൾ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന എക്സ്പയറി വേണമെങ്കിൽ ഒരു ബോംബ്ലാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പയറി ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ല, നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് തിങ്കളാഴ്ച മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്, ചൊവ്വാഴ്ച തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. കാരണം ബുധനാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ചൊവ്വാഴ്ച തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും എക്സ്പയറി. ഇതൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു 2 ദിവസം നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഈ രണ്ട് നമ്പർ നമ്മുടെ ബിയറിഷ് റെഫറൻസായ 50,435 23,537 മനസ്സിൽ ഓർത്തു വയ്ക്കുക. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നല്ലൊരു സെവിയർ ഫാൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എല്ലാവർക്കും നല്ലൊരു നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ തരാൻ ഒരു ഊർജം, അറിയാമല്ലോ. സോ എന്നെപ്പോലുള്ളൊരു പാവപ്പെട്ട യൂട്യൂബറെ ദയവ് ചെയ്ത് ലൈക്കും കമൻറ്റും നൽകി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസിനെ കുറിച്ചും ലൈവ് ട്രേഡിംഗ് സപ്പോർട്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ DM കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.